അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഞങ്ങൾക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമാണ്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിലാണെന്നുള്ളത്. അപ്പോൾ മോനിസ് പോയി കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ ശേഷം കട തുറന്നപ്പോൾ അടിക്കാനൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഞാൻ കട തുറന്ന് കട അടിച്ചോളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാക്സൊക്കെ തൂക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ മാക്സി. ഞാൻ ഈ മാക്സിയാണ് ഡിസ്പ്ലേ വെക്കുന്നത്. ഇത് കോട്ടൺ മാക്സിയാണ്. ഇതിന് 240 രൂപയാണ് ഈ മാക്സിക്ക് വില വരുന്നത്. ഈ മാക്സിയാണ് തൂക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വേറെ റേറ്റാട്ടോ ഈ മാക്സി. അതേപോലെ തന്നെ ഇതാ ഇത് മാക്സികളൊക്കെ അടിക്കാനിട്ട് ഷേപ്പായി കൊടുക്കാനൊക്കെ ഉണ്ട്. ഞാൻ വേഗം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് തുറന്നതാണ്. അടിക്കാനൊക്കെ ഉണ്ടാവും, പിന്നെ വേഗം തുറന്ന് അടിക്കാനൊക്കെ ഇതൊക്കെ അടിച്ചേക്കിട്ടാ. അപ്പോൾ മാക്സിയൊക്കെ പുറത്തിതാ ഇങ്ങനെ തൂക്കിക്കണം കേട്ടോ. അതേപോലെ എംബ്രോയ്ഡറി വർക്കുള്ളതുണ്ട്, മാക്സികൾ എംബ്രോയ്ഡറി വർക്കുള്ള മാക്സികളുണ്ട്. ഈ മെഷീൻ ഞാൻ തുന്നൽ പഠിക്കാൻ പോയ കാലത്തുള്ള മെഷീനാട്ടാ. തുന്നൽ പഠിക്കാൻ പോയി കുറച്ചൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ എനിക്ക് മെഷീനൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിയൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മാക്സി ഇവിടെ തന്നെ ഷേപ്പായി കൊടുക്കും ചെയ്യൂട്ടാ. പിന്നെ ഈ മെഷീന് ഞാൻ പഠിക്കുന്ന തുന്നൽ ഇനി പോയ സമയത്ത് തന്നെ എൻ്റെ ഇപ്പോൾ വാങ്ങി തന്നതാണ് ഈ മെഷീന്. അപ്പോൾ കട തുടങ്ങുമ്പോൾ വേറെ മെഷീൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുന്ന് വീട്ടിലിരുന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ കൊടുന്ന് നോക്കിയപ്പോൾ ശരിയാക്കിയിട്ട് കൊടുന്നാണ്. ശരിയാക്കിയിട്ട് ഇവിടെ കൊടുന്നു. അപ്പോൾ ഞാൻ എണ്ണ കൊടുത്ത് അടിച്ചു നോക്കിയപ്പോഴും കുഴപ്പമൊന്നുമില്ല. മെഷീനുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞങ്ങളുടെ മെഷീന് കൊല്ലാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ തറവാട്ടിലായ സമയത്തൊക്കെ അപ്പോൾ അന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കട തുടങ്ങുമ്പോഴാണ് അവിടെ കൊണ്ട് കൂടുന്നത്. അന്നത് പഠിച്ച കാരണം ഇതെങ്കിൽ ഇതിന് പോയ കാരണം ഇപ്പോൾ നമുക്കൊരു കൈത്തൊഴിലായി. അപ്പോൾ ഇന്നലെ കച്ചവടം ഒന്നും ഉണ്ടായിട്ടില്ല. മിനിയാന്ന് കുറച്ച് കച്ചവടം കിട്ടി, അൽഹംദുലില്ലാ. മിനിയാന്ന് മാക്സിമം 3 പീസ്, അങ്ങനെ അതേപോലെ പലാസ, പെന്ന്, സ്കൈ കുപ്പായ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിനിയാന്ന് പോയി. പിന്നെ ഇന്നലെ പിന്നെ മഴ ആയ കാര്യങ്ങൾ അങ്ങനെ തുറന്നിട്ടില്ല. മഴയൊക്കെ ആകുമ്പോൾ അങ്ങനെ തുറക്കൂല. മഴയൊക്കെ ആകുമ്പോൾ പിന്നെ തുറക്കൂല. എനിക്കാറ് മഴ ആകുമ്പോൾ തുറക്കണ്ട, ആരും വരില്ല, തുറക്കണ്ട പറയും. പിന്നെ ഇന്നലെ 3 ദിവസം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ മഴത്ത് അവന് ആദ്യമൊക്കെ ഇറങ്ങാൽ ഇതിനുള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ അവന് വലത്ത് വായിച്ച് വരികയല്ലേ, മഴത്തൊക്കെ ഇറങ്ങൂലേ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം മാത്രമാണ്, മഴ മാറിയതിന് ശേഷം മാത്രം കുറച്ച് നേരം തുറന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അടുക്കൊക്കെ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം തുറക്കാൻ
എന്തായാലും ഇൻഷാ അല്ലാഹ് കുറേയും കൂടെ സാധനങ്ങളൊക്കെ ഇറക്കണം. അങ്ങനെയെങ്കിലൊക്കെ എപ്പോഴായാലും നമുക്കൊക്കെ ഒരു എന്താ പറയുക ഒരു തൊഴിലുള്ളത് നല്ലതാണ്. അങ്ങനെ കുറേ നമുക്കൊക്കെ വയ്യാതൊക്കെ ആയ സമയത്ത് കുറേ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ പോകുന്നുണ്ട്. അസുഖമൊക്കെ വരുമ്പോഴാണ് ആകെ ടെൻഷനാവുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വേറെ ആൾ സിൻകാക്ക് വയ്യാതായ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. പിന്നെ കുട്ടീനെ വെച്ചിട്ട് പണിക്ക് പോകാനും പറ്റില്ല സിൻകാക്കായാലും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പം എന്നാലും എൻ്റെ മോന് സ്കൂൾക്ക് പോകാനായി, സ്കൂൾ ചേർത്ത്. എന്നാലും നമുക്ക് പുറത്ത് പോകാൻ വയ്ക്കൂല, പണിക്ക് ഒന്നും പുറത്തേക്ക് പോകാനും പറ്റൂലല്ലോ. അപ്പോൾ അടിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വേഗം എല്ലാവരും അടിക്കാനൊക്കെ ഒന്ന് നന്നായി മാക്സിയൊക്കെ അടിക്കാനുണ്ടാകുമ്പോൾ ഞാൻ വേഗം തുറന്നുങ്ങാണ്ട് കുറച്ച് പേരായിട്ട് പണികളൊക്കെ കഴിച്ചിങ്ങാണ്ട് കട വേഗം തുറന്നുങ്ങാണ്ട് ഞാൻ വേഗം അടിച്ചേക്കും അടിക്കാനുള്ളതൊക്കെ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കട തുറക്കുക, പണികൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കട തുറക്കുക. ചിലപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടാവും, അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞാൽ വന്നിട്ട് തുറക്കും. പിന്നെ ഉച്ചക്ക് പോയിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുക. ഇതും അതുമല്ലോ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ. അന്ന് ഇതൊരു കൈത്തൊഴിൽ പഠിച്ച കാരണം നന്നായി. ഇതെങ്കിലും ഇല്ല പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കുറേ കൂടെ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇനി വേണം കടയ്ക്ക്. എന്നാലും ഇപ്പോൾ ഈ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പറ്റുമോ, എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. എന്നൊരാൾക്കാരെ എങ്ങനെ ആശ്രയിക്കാൻ പറ്റില്ല നമുക്ക്. എത്ര ശരി നമുക്ക് കടം വാങ്ങല്, എങ്ങനെ നമ്മളത് വീട്ടല്, അങ്ങനെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി മുമ്പോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇരുന്ന് വരെ നമുക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കൊടുക്കാതാണ്. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരണ്ട്. അസ്സലാമു അലൈക്കും.